أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ ബഖറ ആയത്ത് നമ്പർ 99. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അവർ ഓർത്തിരിക്കട്ടെ, ഏതൊരാൾ അള്ളാഹുവിൻ്റെയും അവൻ്റെ മലക്കുകളുടെയും അവൻ്റെ ദൂതന്മാരുടെയും വിശിഷ്യ ജിബ്രീലിൻ്റെയും മീകായിലിൻ്റെയും ശത്രുവാകുന്നുവോ, നിശ്ചയമായും അള്ളാഹു അത്തരം നിഷേധികളുടെ ശത്രുവാകുന്നു. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, മലക്കുകൾ ഒരു മാധ്യമമാണ്. കാറ്റ് ശബ്ദം എത്തിക്കുന്ന മാധ്യമം ആയതുപോലെ മലക്കുകളും അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിക്കുന്ന ഒരു മാധ്യമമാണ്. അതിനാൽ ആരെങ്കിലും അവരോട് ശത്രുത പുലർത്തുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അവരെ അയച്ചവനോടാണ് അവർ ശത്രുത പുലർത്തുന്നത്. കൂടാതെ അള്ളാഹു അവൻ്റെ തെരഞ്ഞെടുപ്പിൽ തെറ്റ് സംഭവിച്ചു, അള്ളാഹുവിൻ്റെ ആ തെരഞ്ഞെടുപ്പിൽ തെറ്റ് സംഭവിച്ചു എന്ന് അവർ ആരോപിക്കുന്നു. അതായത് മലക്കുകളെ അയച്ചതിൽ തെറ്റ് സംഭവിച്ചു എന്നുള്ളതും അവർ ആരോപിക്കുന്നു. ആയതിനാൽ ഇത്തരം ചിന്തകളുടെ അർത്ഥം യഹൂദികൾ ദൈവത്തോട് ശത്രുത പുലർത്തുന്നു എന്നാണ്. കാരണം ദൂതൻ്റെ അപമാനം, ഒരു ദൂതനെ ഒരു രാജാവ് അയച്ചിട്ടുണ്ടെങ്കിൽ ആ ദൂതൻ്റെ അപമാനം എന്നുള്ളത് പൊതുവെ ലോകത്ത് കാണുന്നതാണ്. ആ ദൂതൻ്റെ അപമാനം എന്നുള്ളത് ആ രാജാവിൻ്റെ അപമാനമാണ്. അപ്പോൾ ആരെങ്കിലും മലക്കുകളെ മോശമായി സംസാരിക്കുന്നുവെങ്കിൽ മറ്റൊരു വിധത്തിൽ അവർ അള്ളാഹുവിനെയാണ് മോശമായി സംസാരിക്കുന്നത്. ആയതിനാൽ ജിബ്രീലിനോടുള്ള ശത്രുത ഒരു മലക്കിനോടുള്ള ശത്രുത മാത്രമല്ല, അള്ളാഹിനോടുള്ള ശത്രുതയാണ്. ദൈവത്തോടുള്ള ശത്രുതയാണ്, അള്ളാഹിനോടുള്ള ശത്രുതയാണ്. എല്ലാ മലക്കുകളോടുമുള്ള ശത്രുതയാണ്. ഇതിലൂടെ എല്ലാ ദൈവദൂതന്മാരെയും അവർ ശത്രുവാക്കുന്നു. പറയുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ വിമർശനം നടത്തുന്ന മനുഷ്യൻ എല്ലാ മലക്കുകളെയും ദൂതന്മാരെയും വിമർശിക്കാൻ നിർബന്ധിതനായിത്തീരുന്നു. കാരണം അവരുടെ എല്ലാ മാന്യത ദൈവത്തിൻ്റെ അനുസരണയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ ഹുസൂർ പറയുന്നത്, ഇവിടെ ജിബ്രീലിന് ശേഷം മീകായിലിനെ പ്രത്യേകം പരാമർശിച്ചത് യഹൂദരുടെ വിശ്വാസം മീകായിൽ അവരുടെ പ്രത്യേക ദയാലുവായ ദൂതനായിരുന്നു എന്നാണ്. അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ ജിബ്രീലിന് ശത്രുവായിട്ടും മീകായിലിനെ അവരുടെ ദൂതനായിട്ടും സ്വന്തം ആളുമായിട്ടും ആണ് അവർ കരുതുന്നത്. അവർ ജിബ്രീലിനെ ഇസ്രായേലിൻ്റെ സംരക്ഷകനോ അല്ലെങ്കിൽ രാജകുമാരനോ ഒക്കെ ആക്കിയിട്ടാണ് കരുതിയിരിക്കുന്നത്. മീകായിലിൻ്റെ ജോലി കൂടുതലും ഹുസൂർ പറയാണ്, മീകായിലിൻ്റെ അതിന് കാരണം ഇതാണ്, മീകായിലിൻ്റെ ജോലി കൂടുതലും സിഫത്തെ റുബൂബിയത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ലോകത്തിൻ്റെ റിസ്ക്കും പോഷണവും അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. എന്നാൽ ജിബ്രീൽ ആത്മീയതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം കലാമെ ഇലാഹി കൊണ്ടുവരുന്നു, അള്ളാഹുവിൽ നിന്നുള്ള വഹികൾ അള്ളാഹു പ്രവാചകന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നു. അതായത് ഹിദായത്ത്, നേർമാർഗം കൊണ്ടുവരുന്നത് ജിബ്രീലാണ്. എന്നാൽ മനുഷ്യരുടെ ലൗകിക പുരോഗതിയുടെ സാധന സാമഗ്രികൾ ഒരുക്കുന്നത് മീകായിലിൻ്റെ ജോലിയാണ്. ഹുസൂർ പറയാൻ, ലൗകികത എപ്പോഴും നേർമാർഗത്തിൻ്റെ താഴെയാണ്. വിശുദ്ധ ഖുർആൻ ഇതിൽ പറയുന്നത് ലൗകികത എപ്പോഴും നേർമാർഗത്തിൻ്റെ താഴെയാണ്. അതായത് ലൗകികത നേർമാർഗത്തിൻ്റെ അടിമയാണ്. അപ്പോൾ ജിബ്രീൽ കൊണ്ടുവരുന്ന സന്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരുവന് ലൗകിക അനുഗ്രഹങ്ങളും ലഭിക്കുന്നത് എന്ന് പറയുന്നു. പിന്നെ മറ്റൊരു കാര്യം ഹുസൂർ പറയുന്നത്, മീകായിലിൻ്റെ പേര് പ്രത്യേകം എടുത്ത് പരാമർശിക്കാൻ കാരണം, ജിബ്രീലിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം ജിബ്രീലിനെയും മീകായിലിനെയും എന്ന് പ്രത്യേകം പറഞ്ഞു.
പക്ഷേ സത്യത്തിൽ അവിടെ യഹൂദികൾ ജിബ്രീലിനെ മാത്രമാണ് ശത്രുവായി കണക്കാക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ മീക്കായിലിനെ എടുത്ത് പരാമർശിക്കാൻ കാരണത്തിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ചില ആളുകളുടെ ശീലമാണ് അവരുടെ ഏതെങ്കിലും വിശുദ്ധ വ്യക്തികളെയോ അല്ലെങ്കിൽ ഉന്നതരായ ആളുകളെയോ ഒരു അജ്ഞാനി ദുഷിച്ചു പറഞ്ഞാൽ അവർ ചിലപ്പോൾ മുൻവിധിയുടെ കാരണത്താൽ അതിന് മറുപടി പറയുക അല്ലെങ്കിൽ അതിന് പ്രതിവിധി ചെയ്യുക എന്നുള്ളതിൽ മറ്റുള്ളവരുടെയും വിശുദ്ധ വ്യക്തികളെയും ഇവരും ദുഷിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു തെറ്റിൽ നിന്നും മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയാണ് മീക്കായിലിൻ്റെ പേര് എടുത്തു പറഞ്ഞത്. അല്ലെങ്കിൽ ജിബ്രീലിനെ അവർ വിമർശിക്കുമ്പോൾ അതിന് പകരമായിട്ട് മീക്കായിലിനെ വിമർശിക്കുക എന്നുള്ളൊരു ബുദ്ധി ഒരിക്കലും മുസ്ലിങ്ങളുടെ ഉള്ളിൽ വന്നു പോകരുത് എന്നുള്ള, അതിൽ നിന്നും മുസ്ലിങ്ങളെ സംരക്ഷിക്കുക, അതും അള്ളാഹുവിൻ്റെ മലക്കാണ്. അപ്പോൾ അതിൽ നിന്നും മുസ്ലിങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ മീക്കായിലിൻ്റെ പേരും ഉദ്ധരിച്ചത് എന്ന് ഹുസൂർ പറയുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.